നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് പൈസൻ്റെ ആവശ്യം വന്നപ്പോൾ ഒരു കോളേജ് പെൺകുട്ടി കണ്ടെത്തിയ മാർഗ്ഗമാണ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ട് ആ സെയിൽസ്മാനോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് വളരെ ഫ്ലേട്ടിങ്ങോട് കൂട്ടി സംസാരിച്ച് അയാളെ വലയിൽ വീഴ്ത്തിയിട്ട് അതുമായിട്ട് തട്ടിപ്പ് നടത്തുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മക്കൾക്ക് ഒരിക്കലും ചെറുപ്രായത്തിൽ അവർക്ക് പൈസ കൊടുത്തിട്ട് ശീലിപ്പിക്കാൻ പാടില്ല. അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പൈസ എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്ന പരിപാടി ഇതോടെ നിർത്തിക്കൊള്ളുക. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പൈസ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അവർക്ക് ആഗ്രഹിച്ച സാധനം അവർക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അവർ ആഗ്രഹിച്ച സ്ഥലത്ത് അവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ അവർക്ക് പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും അവർ ചെയ്യും. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എവിടെ വേണമെങ്കിലും അവർ ക്യാഷിന് വേണ്ടിയിട്ട് പോകും. ആരെ വേണമെങ്കിലും അവർ സമീപിക്കും. നമുക്ക് ഈ വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കുക, ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അകത്തുള്ള ഒരു CCTV ഫുട്ടേജാണ്. നമുക്കറിയാം ഇപ്പോൾ ഏത് മുക്കിലും മൂലയിലും CCTV ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യവും നമുക്ക് CCTV വഴി ലഭിക്കും. വളരെ സിമ്പിളായിട്ട് ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു കവറിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയിട്ട് ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് മോഷണം നടത്തുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതായത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണത്. ഒറ്റയ്ക്കല്ല വന്നത്, അവർ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. സ്ഥിരം പരിപാടി ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്രത്തോളം ധൈര്യത്തോട് കൂടിയിട്ട് ഓരോ സാധനവും എടുത്തിട്ട് മോഷണം നടത്തുന്നത്. സോ കടയിലേക്ക് വരുന്ന സമയത്തെ കയ്യിലൊരു കവറുണ്ട്. ആ കൂടെ കാണുന്ന ആ ഒരു വൃദ്ധ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണാം, അതേപോലെ തന്നെ ഒരു ചെറിയ പയ്യനെ കാണാം. അവരൊക്കെ ഗ്യാങ് ആയിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സെയിൽസ്മാന് അറിയുന്ന പോലുമില്ല അയാൾ ഏത് ലോകത്താണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇത്രയും സാധനം എടുത്ത് കവറിൽ ഇട്ടിട്ട് പോയ സമയത്ത് പോലും അയാൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ കുട്ടി വളരെ നൈസായിട്ട്, അതായത് പെൺകുട്ടികൾക്കുള്ളൊരു കഴിവാണത്, വളരെ നൈസായിട്ട് വളരെ ഫ്ലേട്ടിങ്ങോട് കൂടിയിട്ട് സോപ്പിട്ടിട്ട് അയാളെ വലയിൽ വീഴ്ത്തിയിട്ട് അയാളോട് സംസാരിച്ചിട്ട് ആ രീതിയിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെൺകുട്ടി മോഷണം നടത്തുന്നത്. സാധനം വലിച്ചെറിഞ്ഞ് കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ല. ഇനി അയാളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ എന്നറിയില്ല. ഓണർ കടയിലില്ല, 2 സെയിൽസ്മാനാണ് ഉള്ളത്. എനിവേ വലിയ ആഡംബര ഷോപ്പൊന്നല്ല, ചെറിയ രീതിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോപ്പാണ്. എന്തായാലും ആ കുട്ടിയെ സാധനങ്ങളൊക്കെ കവറിലിട്ടു. ഓൾറെഡി വരുന്ന സമയത്തിൻ്റെ കയ്യിൽ കവർ കണ്ടത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം എന്നായിരിക്കും സ്വാഭാവികമായിട്ടും കടയിലുള്ള ആളുകൾ ചിന്തിക്കുക. പക്ഷേ അതിലാണ് എല്ലാ സാധന സാമഗ്രികളും ഉള്ളത്. എനിവേ ആ കവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വന്ന പയ്യൻ്റെ കയ്യിൽ കൊടുത്തു. ആ പയ്യൻ ആ കവറും കൊണ്ട് പുറത്തു പോയി. ഓൾറെഡി കുറച്ച് സാധനങ്ങൾ അതിലുണ്ട്. സാരിയുണ്ട്, വിലപിടിപ്പുള്ള സാരികളാണ്, അതേപോലെ തന്നെ ടോപ്പുകൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ, പുറത്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഞങ്ങൾ ഫ്രണ്ട്സിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടിയുടെ ഉദ്ദേശം. എന്തായാലും സാധനം പോയി ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് പൈസൻ്റെ ആവശ്യം വന്നപ്പോൾ ഒരു കോളേജ് പെൺകുട്ടി കണ്ടെത്തിയ മാർഗ്ഗമാണ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ട് ആ സെയിൽസ്മാനോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് വളരെ ഫ്ലേട്ടിങ്ങോട് കൂട്ടി സംസാരിച്ച് അയാളെ വലയിൽ വീഴ്ത്തിയിട്ട് അതുമായിട്ട് തട്ടിപ്പ് നടത്തുക. ശരിക്കും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം തന്നെയല്ലേ. സോ ശ്രദ്ധ മാറ്റുക, എടുക്കുക, കൊണ്ടുപോവുക, അത്രേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, ഇവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നുമില്ല. കാരണം ഉദ്ദേശിച്ച സാധനം ഓൾറെഡി കിട്ടി, അതെടുത്ത് പോയി. ലാസ്റ്റ് പറയാണ്, അവിടെ നിന്ന് എസ്കേപ്പ് ആവണമല്ലോ. അപ്പോൾ അതിന് പറയാണ്, ഞാൻ ഉദ്ദേശിച്ച സാധനം ഒന്നും ഇവിടെ ഇല്ല, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നൈസായിട്ട് പോയി. അത്രയേ ഉള്ളൂ.